വനംവകുപ്പിൻ്റെ അവലോകനത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും അതിൽ പങ്കെടുത്തു. സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ അതിലെടുത്തു. അതിലൊന്ന്, റോഡരികിലുള്ളതായിരിക്കുന്ന ഫോറസ്റ്റിൻ്റെ കയ്യിലുള്ളതായിരിക്കുന്ന ഈ രീതിയിലുള്ള കാട് വെട്ടൽ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള കർക്കശമായ നിർദ്ദേശം കൊടുത്തു. AI സംവിധാനം ഉൾപ്പെടെയുള്ള അലാം സിസ്റ്റം അത് ക്രമീകരിച്ച് മുന്നോട്ട് പോകാനുള്ള നടപടികൾ ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു എവിടെയൊക്കെ ഹോട്ട്സ്പോട്ടുകളിൽ മുഴുവൻ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കാനുള്ള ഒരു മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ടോട്ടലായിട്ട്. അപ്പോൾ ജില്ലയിൽ എത്ര ഹോട്ട്സ്പോട്ടുകളുണ്ട്, ആ ഹോട്ട്സ്പോട്ട് മുഴുവൻ സോളാർ ലൈറ്റുകൾ വയ്ക്കാനുള്ള ടോട്ടൽ കോസ്റ്റ് എത്ര വരും, അതിൽ എത്ര ഇവരുടെ കയ്യിലുണ്ട്, ദുരന്ത നിവാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എത്ര കിട്ടും, CSR വഴി അതിലെത്ര ക്രമീകരിക്കാൻ പറ്റും. ഞാനതിൽ പ്രാഥമികമായ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. ശ്രീ മോഹൻലാലിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷനുമായി സംസാരിച്ചു. അവർ ആ സോളാർ ലൈറ്റുകളിൽ ഒരു ഭാഗം അവരും ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ CSR അടക്കം ക്രമീകരിച്ച് വന്യമൃഗ ആക്രമണത്തിൻ്റെ ഹോട്ട്സ്പോട്ടുകളിൽ മുഴുവൻ ലൈറ്റ് ക്രമീകരിക്കാനുള്ള ഒരു നടപടി ഇതിൻ്റെ ഭാഗമായി ക്രമീകരിക്കപ്പെടുകയാണ്. വയനാട്ടിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബഹുമാനപ്പെട്ട വനമന്ത്രിയുമായി ഈ കാര്യം തുടർച്ചയായി ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അടക്കമുള്ള ആളുകളുടെ മീറ്റിംഗ് ഇന്ന് നടന്നത്. അതിലൊരു കാര്യം പ്രത്യേകം എടുത്തു പറയാനുള്ളത്, മുൻപ് ഇതുപോലെ അറ്റാക്ക് നടന്നു വീട്ടിൽ ഒരു പണിയും ചെയ്യാൻ സാധിക്കാതെ, പുറത്തു പോകാൻ സാധിക്കാതെ കിടന്ന കിടപ്പിൽ കിടക്കുന്ന രോഗികൾ, അവരുടെ ജീവിതം, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതുവരെ ഒരു രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല. അവരുടെ ഡാറ്റ എടുക്കാനും അവസ്ഥ മുഴുവൻ എടുത്ത് റിപ്പോർട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സർക്കാർ തലത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുമായി സംസാരിച്ച് ഞങ്ങൾ ആ കാര്യത്തിൽ ഉള്ള തുടർ കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചു. 1. 2, 10 ലക്ഷം രൂപ കൊടുത്ത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഒഴിയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾ നേരത്തെ പങ്കുവെച്ച UDF മൊത്തത്തിൽ പങ്കുവെച്ചതാണ്. അതിനെ സംബന്ധിച്ചതായിരിക്കുന്ന റിപ്പോർട്ടും വനം വകുപ്പിൻ്റെ റിപ്പോർട്ടിൽ, മന്ത്രിക്ക് കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഉണ്ടാകണം എന്നുള്ളത് പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വന്യമൃഗ ആക്രമണത്തിൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന സാധാരണക്കാരായ ആളുകളുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കണം എന്നുള്ള നിർദ്ദേശവും ശുപാർശയും ഗവൺമെൻറ് മുമ്പിൽ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും.